CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കാരായി രാജന്റെ അടക്കം ഫോൺ ചോർത്തി കേസിൽ കൊടുക്കാൻ ശ്രമം നടന്നുവെന്ന PV അൻവറിന്റെ വെളിപ്പെടുത്തലിൽ കണ്ണൂർ CPMിലും സജീവ ചർച്ച. P ശശിയെ പ്രതിക്കൂട്ടിൽ നിർത്തി അൻവർ പുറത്തുവിട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നത്. സന്ദീപ് ആനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിലാണ് CPM നേതാക്കളെ ലക്ഷ്യമിട്ട് പോലീസിൽ കരുക്കൾ നീക്കിയത്. സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസ് അന്വേഷണം കേരളത്തിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചതായിരുന്നു. ആശ്രമം കത്തിച്ചത് സന്ദീപാനന്ദഗിരിയുടെ അടുപ്പക്കാർ തന്നെ എന്ന നിലയിൽ പ്രചരണം നടന്നു. പോലീസ് ആ നിലക്ക് അന്വേഷണം നീക്കുകയും ചെയ്തു. ഇതിന്റെ ഗൂഢാലോചനയാണ് PV അൻവർ MLA പുറത്തുവിട്ടത്. ADGP MR അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ട് PV അൻവർ പുറത്തുവിട്ടത്. റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെ: RSS പ്രവർത്തകർ ആശ്രമത്തിനെതിരെ സമരവും ബഹളവും നടത്തിയിട്ടും ആദ്യ അന്വേഷണ സംഘം അവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയില്ല. ആദ്യ അന്വേഷണത്തിൽ സന്ദീപാനന്ദഗിരിയുമായി ബന്ധമുള്ളവരെ സംശയിച്ച് അന്വേഷണം മുന്നോട്ടുപോയി. ഫോൺ വിളി രേഖകൾ ശേഖരിച്ചത് CPM നേതാക്കളുടേത്. CPM തിരുവനന്തപുരം ജില്ലാ നേതാവായ IP ബിനു, കണ്ണൂരിലെ CPM നേതാവ് കാരായി രാജൻ തുടങ്ങിയവരുടെ ഫോൺ വിവരങ്ങളാണ് ശേഖരിച്ചത്. ഇത് എന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല. അവരെ എങ്ങനെയാണ് സംശയിച്ചതെന്നും വ്യക്തമല്ലെന്നാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ടടക്കം ഉന്നതർ ഇടപെട്ട് മുക്കിയെന്നാണ് PV അൻവറിന്റെ ആരോപണം. ഇത്രയും ഗുരുതരമായ കണ്ടെത്തൽ ക്രൈംബ്രാഞ്ച് നടത്തിയിട്ടും എന്തുകൊണ്ട് അന്വേഷണം നടന്നില്ല എന്നതും ചോദ്യമാണ്. ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് കാരായി രാജനെ കേസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ അദ്ദേഹം നിയമപോരാട്ടം നടത്തിവരുന്നുണ്ട്. ഇതിനിടയിലാണ് കാരായി രാജന്റെ അടക്കം ഫോൺ കോൾ ഡീറ്റെയിൽസ് പോലീസ് ശേഖരിച്ചു എന്ന വിവരം അൻവർ പുറത്തുവിട്ടത്. കേരള പോലീസിലെ ഒരു സംഘം വ്യാപകമായി പാർട്ടി സഖാക്കളുടെ ഫോൺ ചോർത്തുന്നു എന്നതാണ് അൻവറിന്റെ ആരോപണം. ആശ്രമം കത്തിക്കൽ കേസ് കാരായിൽ നിന്ന് കണ്ണൂരിലെ ജയരാജന്മാരിലേക്ക്, അവിടെ നിന്ന് AKG സെന്ററിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എന്നിങ്ങനെ എത്തിക്കാനായിരുന്നു പോലീസിന്റെ ലക്ഷ്യമെന്നും അൻവർ ഫേസ്ബുക്കിൽ കുറിച്ചു. ക്രൈംബ്രാഞ്ച് SPI PP സദാനന്ദൻ തിരുവനന്തപുരത്ത് എത്തിയതോടെയാണ് ഈ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നത്. സന്ദീപാനന്ദഗിരിയുടെ വീട്ടിൽ വച്ച റീത്തിന്റെ കയ്യക്ഷരം അടക്കം പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതികളിലേക്ക് അന്വേഷണം എത്തിയത്. സംഘപരിവാറുമായി ബന്ധമുള്ളവരെയാണ് പിന്നീട് കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തത്. പോലീസിനെതിരെ PV അൻവർ ഉയർത്തിയ വിവാദത്തിൽ അൻവറിനെ ശക്തമായി പിന്തുണക്കാൻ കണ്ണൂരിലെ CPM നേതൃത്വം ഇതുവരെ മുന്നോട്ട് വന്നിരുന്നില്ല. ആശ്രമം കത്തിക്കൽ കേസിലെ അട്ടിമറി കൂടി പുറത്തുവന്നതോടെ ഇത്തരക്കാരെ ഇനിയും സംരക്ഷിക്കണമോ എന്ന നിലപാടിലേക്ക് കണ്ണൂരിലെ പാർട്ടിയും പോകുമെന്ന് ഉറപ്പ്. കാരായി രാജൻ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണെന്നിരിക്കെ അടുത്ത സെക്രട്ടേറിയറ്റിൽ ഇക്കാര്യം ചൂടേറിയ ചർച്ചയാകുമെന്ന കാര്യവും ഉറപ്പാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.